السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الكفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد اتقوا الله عباد الله. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സൂറ നിസായിലെ 71-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖുദൂ ഹിദ്റക്കും ഫൻഫിറൂ സുബാത്തിൻ അവ ഇൻഫിറൂ ജമീഅ وإن منكم لمن ليبطئن فإن أصابتكم مصيبة قال قد أنعم الله علي إذ لم أكن معهم شهيدا ولئن أصابكم فضل من الله ليقولن كأن لم تكن بينكم وبينه مودة كأن لم تكن بينكم وبينه مودة يا ليتني كنت معهم فأفوز فوزا عظيما. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖുദൂ ഹിദ്റക്കും, നിങ്ങൾ നിങ്ങളുടെ മുൻകരുതലുകൾ കൈക്കൊള്ളുവിൻ എന്നാണ്. നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളുവിൻ. അങ്ങനെ ഫൻഫിറൂ സുബാത്തിൻ, നിങ്ങൾ ചെറു സംഘങ്ങളായിക്കൊണ്ട് ഇൻഫിറൂ, യുദ്ധത്തിന് പുറപ്പെട്ടുകൊള്ളുവിൻ. അവ ഇൻഫിറൂ ജമീഅൻ, അല്ലെങ്കിൽ ഒന്നിച്ച് നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടുകൊള്ളുവിൻ എന്നാണ്. അപ്പോൾ ഈ ആയത്തിൽ വിശ്വാസികൾ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി ശത്രുക്കളിൽ നിന്നുള്ള കടന്നാക്രമങ്ങളും പ്രത്യാക്രമങ്ങളുമൊക്കെ അത് നേരിടാനുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നതിനും ശത്രുക്കളെ നേരിടേണ്ടതിനുമുള്ള കൽപ്പനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ ഉണർത്തുന്നത്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ള സംബോധന വ്യക്തിഗതമായി ഓരോരോ ആളുകൾക്കും ബാധകമായതാണെങ്കിലും അത് നടപ്പിലാക്കേണ്ടത് ആരാണ്? ഒരു ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഭരണാധികാരികളായ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. നമ്മൾ ഓരോരുത്തരും വാളെടുത്ത് മറ്റൊരു നേരിടണം എന്നൊരു രീതിയല്ല ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സംബോധന ചെയ്ത് ഖുദൂ ഹിദ്റക്കും, ഖുദൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുക. അഖദ എന്ന ക്രിയാധാതുവിൽ നിന്നാണ് അതിൻ്റെ കൽപ്പനാരൂപമായിട്ടാണ് ഖുദ് എന്ന് പറയുന്നത്. ഖുദ്, നീ എടുക്കൂ, നീ കൈക്കൊള്ളൂ, നീ സ്വീകരിക്കൂ. ഖുദൂ, നിങ്ങൾ ഒന്നിച്ച് ആണ്. അപ്പോൾ ഒരു ജമാഅത്തിനോടാണ്, ഒരു സംഘത്തോടാണ് പറയുന്നത്. ഖുദൂ ഹിദ്റക്കും, ഹിദ്ർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുൻകരുതൽ അല്ലെങ്കിൽ ജാഗ്രത എന്നൊക്കെ പറയാം. അൽ ഹിദ്റു വൽ ഹദറു രണ്ടും എന്ത് ചെയ്യാം? പാരായണ രൂപമുണ്ട്. കൽ മിസിലി വൽ മസലി, ഭാഷയിൽ ഹിദ്ർ അതേപോലെ തന്നെ ഹദർ. മിസില് എന്ന് പറയും, മസലും എന്ന് പറയുന്നില്ലേ, അതുപോലെ അൽ ഇഹ്തിറാസ് വൽ ഇസ്തിഅദാദു ലി ഇത്ഖാഇ ശർറിൽ അദുവന, ശത്രുക്കളുടെ ഉപദ്രവങ്ങളെ തടയാനും പ്രതിരോധിക്കുവാനുമുള്ള സന്നദ്ധത, അതുപോലെ തന്നെ അതിനുള്ള സന്നാഹം നിങ്ങൾ ഒരുക്കുവിൻ എന്ന രീതിയിലാണ് അല്ലാഹു ഈ കാര്യങ്ങൾ സത്യവിശ്വാസികളെ ഉണർത്തുന്നത്. ഖുദൂ ഹിദ്റക്കും. എന്നിട്ട് പിന്നെ യുദ്ധത്തിൻ്റെ ഉള്ള നീക്കത്തിൻ്റെ സ്വഭാവം, അത് ശത്രുക്കൾ ഏത് രീതിയിലാണോ നിങ്ങളെ
ആക്രമിക്കാൻ വേണ്ടി വരുന്നത് ശത്രു സൈന്യത്തിൻ്റെ ശത്രുക്കളുടെ സ്വഭാവവും രീതിയും പഠിച്ച് മനസ്സിലാക്കി അതിന് അനുസരിച്ച് അനുഗുണമായ രീതിയിൽ തന്നെയായിരിക്കണം നിങ്ങൾ അവരെ പ്രതിരോധിക്കേണ്ടത് എന്നതിനാലാണ് ഈ രണ്ട് കാര്യങ്ങളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അതോരോ സന്ദർഭത്തിനനുസരിച്ച് സ്വീകരിക്കാവുന്നതാണ്. ഒന്നാമത്തേത് പറയുന്നു ഫംഫിറു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യുദ്ധത്തിനായി പുറപ്പെടണം. ഫംഫിറു, നിങ്ങൾ യുദ്ധത്തിനായി. അന്നഫ്റു ഇലൽ ഹർബ് എന്നാണ്. അന്നഫർ എന്ന് പറഞ്ഞാൽ അൽ ഇൻസിആജു അനി ഷൈഇ വ ഇലാ ഷൈഇൻ എന്നാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, കന്നുസൂഇ അൻ ഷൈഇൻ ഇലാ ഷൈഇൻ, ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ പുറപ്പെടുന്ന പോലെ ഉള്ള ഒരു കൽപ്പനയാണിത്. യുദ്ധത്തിനുള്ള പുറപ്പാടിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അന്നഫ്റു ഇലൽ ഹർബ് എന്നാണ്. ഇനി എങ്ങനെയാണ് പോകേണ്ടത്? സുബാത്തിൻ എന്നാണ്. സുബാത്ത് എന്ന പദം സുബത്തുൻ എന്ന ഏകവചന രൂപത്തിൻ്റെ ബഹുവചനമാണ്. സുബത്തുൻ, സുബത്ത് എന്ന ഏകവചന രൂപത്തിൻ്റെ ബഹുവചന രൂപമാണെന്ത്? സുബാത്തിൻ. നിങ്ങൾ അപ്പോൾ ചെറു സംഘങ്ങളായി, സുബാത്ത് എന്ന് പറഞ്ഞാൽ അൽ ജമാഅത്തുൽ മുൻഫരിദ, കൊച്ചു കൊച്ചു സംഘങ്ങളായിട്ട് നിങ്ങൾക്ക് പോകാം. അല്ലെങ്കിലോ നിങ്ങൾ ഒന്നടങ്കം ഒരൊറ്റ സൈനിക നീക്കം എന്ന നിലക്കും നിങ്ങൾക്ക് പോകാം. അതാണ് വിൻഫിറു ജമീഅ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ആയത്തൊന്നൂതി നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനൂ ഖുദൂ ഹിദ്റകും ഫൻഫിറൂ സുബാത്തിൻ അവിൻഫിറൂ ജമീഅ. എന്നിട്ട് സ്വാഭാവികമായും ഒരു സമൂഹം എന്ന നിലക്ക് മുസ്ലിങ്ങളിൽ അന്ന് മദീനയിൽ പ്രത്യേകിച്ചും നല്ല ദൃഢവിശ്വാസികളുണ്ടായിരുന്നു. എന്നാൽ ദുർബലരായ വിശ്വാസികളുണ്ടായിരുന്നു, കപടവിശ്വാസികളും ഉണ്ടായിരുന്നു. കപടവിശ്വാസികളായിരുന്നു ശരിക്ക് മുസ്ലിം സമൂഹത്തിനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഏറ്റവും കൂടുതൽ ദ്രോഹവും ദോഷവും വരുത്തിയിരുന്ന ആളുകൾ. അതുകൊണ്ടാണ് സൂറ അൽ ബഖറയിലെ ആദ്യ ഭാഗത്ത് ആദ്യം വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞു, പിന്നെ അവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത്? മുനാഫിഖീങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സൂറ ബഖറയുടെ ഇങ്ങനെ വിശ്വാസത്തിൻ്റെ ഈ 3 തലങ്ങളെ, ഒന്ന് യഥാർത്ഥ സത്യവിശ്വാസം, മറ്റൊന്ന് അവിശ്വാസം, മറ്റൊന്ന് കപടവിശ്വാസം. നമുക്കറിയാലോ അൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞൊരു സൂറ ഖുർആനിലുണ്ട്. സത്യവിശ്വാസികൾ അല്ലേ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അതെ, ജന്നത്തുൽ ഫിർദൗസ് കിട്ടാൻ എന്തൊക്കെ യോഗ്യത, ക്വാളിഫിക്കേഷൻ വേണോ അതൊക്കെ സൂറത്തുൽ മുഅ്മിനീൻ്റെ ആദ്യ ഭാഗത്തിൽ മുഅ്മിനീങ്ങൾക്കുണ്ടാകേണ്ട കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതൊരു സൂറയാണ്. പിന്നെ കാഫിറൂൻ, സൂറ അൽ കാഫിറൂൻ. അവിടെ കാഫിറൂൻ, സൂറ അൽ കാഫിറൂനിൽ പറയുന്നത് ആ കാഫിര്യങ്ങളോടുള്ള വിശ്വാസികളുടെ നിലപാട് പറയാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അവിടെ ഇബാദത്തിൻ്റെ കാര്യമാണ്. വിശ്വാസികളെയും അവിശ്വാസികളെയും കൃത്യമായി വേർതിരിക്കുന്നത് വിശ്വാസികൾ ഏകനായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്നും, അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്ക് തോന്നുന്ന അവരുടെ ദേഹേച്ഛകളാണ് അവരുടെ ഇലാഹായി വരുന്നത്. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു, അവരുടെ തന്നിഷ്ടങ്ങളെ അവർ ഇലാഹുകളാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നീ കാണുന്നില്ലേ എന്നാണ്. ഓരോരുത്തർക്കും തോന്നിയതുപോലുള്ള ഇലാഹുകളെ ആരാധിക്കുന്ന രീതി. അതുകൊണ്ട് തന്നെയല്ലേ 360 ഇലാഹുകൾ ഉണ്ടായത്. 360 വിഗ്രഹങ്ങളും ബിംബങ്ങളൊക്കെ എവിടെ ഉണ്ടായത്? കഅബയിലുണ്ടായത്. ഇവിടെയൊക്കെ ഈ ഒരു കുലദൈവം എന്നൊക്കെ പറയില്ല നമ്മുടെ നാട്ടിൽ. ഓരോ കുലത്തിനും ഒരു ദൈവം ഉണ്ടാവും, സെപ്പറേറ്റ് ദൈവം ഉണ്ടാവും. അതുണ്ട്. മാത്രമല്ല അതിൻ്റെ രൂപവും പ്രതിഷ്ഠയും ബിംബങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? വിളിച്ചു തരുന്നത്. അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വിശ്വാസികൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു. അല്ലാത്തവർ എന്ത് ചെയ്യുന്നു? വിശ്വാസമില്ലാത്തവരും കുഫർ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് മറച്ചു വെക്കുന്നവനാണ് ശരിക്കെന്ത്? കാഫിർ. സത്യം ബോധിയായിട്ടും എന്ത് ചെയ്യുക? മറിച്ചു. ഖുർആനൊക്കെ കേട്ടിട്ട് ഖുർആൻ്റെ അതിൻ്റെ
മാനുഷികതയിലും അതേപോലെ തന്നെ അതിൻ്റെ സാഹിത്യ ഭംഗിയിലൊക്കെ പിന്നെ ആകൃഷ്ടരായി വന്ന സാഹിത്യകാരന്മാരൊക്കെ ഉണ്ടല്ലോ. അവസാനം ദുനിയാവിന് വേണ്ടി അവരൊക്കെ എന്ത് ചെയ്തു? അത് ഒഴിവാക്കുകയും റസൂലിനെ അവിശ്വസിക്കുകയും ചെയ്ത സംഗതി ഉണ്ട്. അപ്പോൾ ബോധ്യപ്പെട്ടിട്ടും വിശ്വസിക്കാത്ത, അതുകൊണ്ടാണ് കർഷകന് കാഫിർ എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. മറച്ചു വെക്കുകയാണ് കർഷകന്. അതെ, അങ്ങോട്ട് വരുന്നുണ്ട്. പറ്റേ ഇത് പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ ഞാൻ നിങ്ങളത് ഓതി അങ്ങോട്ട് പോകും. മുനാഫിക് കാഫിർ കഴിഞ്ഞിട്ടില്ല, മുനാഫിക്ക് അവിടെ കേട്ടെ. അപ്പോൾ കുഫർ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുകയാണ്. കാഫിറിന് അല്ല, എന്തേലും പറഞ്ഞ് കർഷകന് കാഫിർ എന്ന് പറയുന്നത്, കർഷകൻ്റെ പണി എന്താണോ? മൂപ്പര് കുഴി കുഴിച്ചിട്ട് മണ്ണ് ഒഴിച്ചിട്ട് വിത്ത് അതിൽ ഇട്ട് മണ്ണുകൊണ്ട് മൂടി വെക്കുകയാണ്. ഇതാണ് ആ വിത്ത് മൂടി വെക്കുന്ന ആളാണ് ആര്? കാഫിർ. വിശ്വാസം ഉണ്ടായിട്ടും അത് മൂടി വെക്കുന്ന ആളാണ് ആര്? കാഫിർ. രണ്ടും അതാണ്. ഖുറാനിൽ ഏതെങ്കിലും കൃഷിക്കാരനെ കണ്ട കാഫിർ എവിടെ വാങ്ങും പറയാൻ നിൽക്കുന്നുണ്ട്. പിന്നെ വേറെ പ്രശ്നം ഭാഷയിൽ അതിൻ്റെ ഖുറാൻ തന്നെ പ്രയോഗിച്ചു. യുജിബുൽ കുഫാറ നബാത്തുഹു എന്ന് ഖുറാനിൽ അത് ആ പദം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പിന്നെ ആശയവ്യാപ്തി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കൂല. കാരണം എന്താ? ഞാൻ യഥാർത്ഥ വിശ്വാസിയാണ്. നിങ്ങളോ ആ വിശ്വാസം മൂടി വെക്കുന്നവരാണ്. നിങ്ങൾക്ക് ബോധ്യമുണ്ട് അല്ല തന്നെയാണ് ആരാധിക്കേണ്ട ആളെന്ന്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാണ്? അല്ലാത്ത വേറെ മരിച്ചുപോയ മഹാത്മാക്കളെ ഓരോ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും രൂപങ്ങളും ഉണ്ടാക്കി വിളിച്ചു തേടുകയാണ്, ഇസ്തിഗാസ നടത്തുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഞാൻ ആരാധിക്കുന്നതിനെ ഒരിക്കലും നിങ്ങൾ ആരാധിക്കുകയുമില്ല. അതേപോലെ തന്നെ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കാൻ വരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളുടെ പണിയേറ്റ് പോകാം, ഞാൻ എൻ്റെ പണിയെടുക്കും. ലക്കും ദീനുക്കും വലിയ ദീൻ. അപ്പോൾ ഇബാദത്ത് തന്നെയാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സംഗതി. അത് കഴിഞ്ഞിട്ടാണ് നിഫാക്ക്. കേട്ടോ ഓറഞ്ച് സാഹിബ്. മൂന്നാമത്തേത് നിഫാക്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സൂറത്തുൽ മുഅ്മിനൂൻ ഉള്ളതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ ഉള്ളതുപോലെ തന്നെ സൂറത്തുൽ മുനാഫിഖൂനും മുനാഫിക്കങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായ ഒരു സ്വഭാവം. അതിന് മാത്രമല്ല പറയുന്നത്, എന്നാലും അതിൻ്റെ പേരിൽ തന്നെ ഒരു സൂറത്തുണ്ട് എന്നുള്ളതാകുന്നു. അപ്പോൾ ഇവിടെ വിശ്വാസി സമൂഹം ഒന്നടങ്കം ഇങ്ങോട്ട് നമ്മോട് യുദ്ധം ചെയ്ത് വരുന്നവരെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിൽ ആദ്യമായി തുടങ്ങിയത്? സായുധ സംഘടനം തുടങ്ങിയത്. ഇസ്ലാമിലെ ആദ്യത്തെ സായുധ സംഘടനം ഏതാണ്? യുദ്ധം എന്ന് പറയുന്നത് ഏതാണ്? ബദറാണ്. ആ ബദർ യുദ്ധം റമദാൻ മാസത്തിലാണ് ഉണ്ടായത്. ഹിജ്റ 2-ാം വർഷമാണ്. അപ്പോൾ ഹിജ്റ 2-ാം വർഷമാണ് ശരിക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ള കൽപ്പന ഇറങ്ങിയത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം എന്നുള്ള കൽപ്പന ഉണ്ടല്ലോ. ഇത് ഹിജ്റ 2-ാം വർഷമാണ് അവതരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ബദർ യുദ്ധം നടന്നത് എന്നാണ്? ഹിജ്റ 2-ാം വർഷത്തിൽ തന്നെയാണ്. അപ്പോൾ ഹക്കും ബാത്തിലും സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും തമ്മിൽ നടന്ന പ്രഥമ സായുധ സംഘടനമാണെന്ത്? ബദർ. എന്തിനു വേണ്ടിയേ ബദർ ഉണ്ടാക്കിയത്? ഇനിയിപ്പോൾ ആ സംശയം മുഴുവൻ ഇവിടെ തീരും. ബദർ ഉണ്ടായത് എന്തിനു വേണ്ടിയാണ്? മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. അപ്പോൾ അല്ലാഹു ഇലാഹുമാണ്, റബ്ബുമാണ് എന്നുള്ള വിശ്വാസം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു ഇലാഹുവാണ്, റബ്ബുമാണ്. അതായത് തൗഹീദുൻ ഫിൽ ഉലൂഹിയ്യ. അപ്പോൾ ആരാധനക്കർഹൻ അല്ലാഹുവാണ്, അവൻ മാത്രമേ ഉള്ളൂ എന്ന വിശ്വാസമാണ് തൗഹീദുൻ ഫിൽ ഉലൂഹിയ്യ. അല്ലാഹു അല്ലാത്ത ആരോടും വിളിച്ചു തേടാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല, ഇസ്തിഗാസയും ഇസ്തിആനത്തും ഒന്നും പാടില്ല എന്ന വിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുസ്ലിങ്ങൾ അപ്പോൾ ബദറിൻ്റെ 2 ഭാഗത്ത്, ബദർ താഴ്വരയാണ്, ആ താഴ്വരയുടെ 2 ഭാഗത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളുടെ വിശ്വാസമാണിത്. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ വിശ്വാസമോ? അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമല്ലേ ഉണ്ട്. അപ്പോൾ അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഒക്കെ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന വരുന്നുണ്ട്. അബൂജഹൽ ബദർ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ
മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഏറ്റുമുട്ടാൻ വേണ്ടി പോകുമ്പോൾ കഅബന്റെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ച എന്താണെന്ന് അബൂജഹൽ അല്ലാഹുമ്മ അൻജിസ്നി അല്ലാഹുമ്മ അൻസുർ അഹ്ദൽ ഫിഅത്തൈൻ അല്ലാഹുമ്മ അൻസുർ അഹ്ദൽ ഫിഅത്തൈൻ. ഈ രണ്ട് സംഘങ്ങളിൽ ഏറ്റവും നേർമാർഗം പ്രാപിച്ച അഹ്ദ കേട്ടോ, നേർമാർഗം പ്രാപിച്ച സംഘത്തെ നീ വിജയിപ്പിക്കണേ റബ്ബേ എന്നാണ്. അപ്പോൾ അവരുടെ വിശ്വാസം എന്താ? അവർ തന്നെയാണ്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അവനവൻ്റെ സംഗതി ഏറ്റവും ശ്രേഷ്ഠമാണ്, ഉത്തമമായതാണെന്നുള്ള വിശ്വാസം. പിന്നെ അയാൾ പറഞ്ഞെന്താണ്? വഖൈറുൽ ഫിഅത്തൈനി വഅഫ്ളൽ. ഈ രണ്ട് സംഘങ്ങളിൽ ഏറ്റവും ഉത്തമമായതും ഏറ്റവും ശ്രേഷ്ഠമായതുമായ സംഘത്തെ നീ വിജയിപ്പിക്കണമെന്ന് അല്ലാഹുമ്മ. ആരോടെ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹ്. അപ്പോൾ അല്ലാഹുവിൽ വിശ്വാസമുണ്ട് അവർക്ക്. അള്ളാഹിനോടും അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹിനോടും അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹിനോട് മാത്രമാണ് അവർ പ്രാർത്ഥിക്കുന്നത് അല്ല. ബദറിൻ്റെ ഇപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ അണിചേർന്നിട്ടുള്ള ആ സംഘം ആരോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇവരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ലാത്ത, ഉസ്സ, മനാത്ത, ഹുബില്, അവസാനം ഈ കഅബ ഉണ്ടാക്കിയ അള്ളാഹിനെ മാത്രം പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഇസ്തിഗാസ നടത്താനും ഇസ്തിആനത്ത് നടത്താനും വേണ്ടി ഈ കഅബാലയം നിർമ്മിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും വരെ പ്രതിബിംബങ്ങൾ, പ്രതിഷ്ഠ, പ്രതിരൂപങ്ങൾ, വിഗ്രഹങ്ങൾ എവിടെ ഉണ്ട്? സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്തിനാ ഈ മക്കയിലെ മുശ്രിക്കുകൾ ബദറിൽ ചെന്നിട്ട് മക്കയിലെ മുശ്രിക്കുകൾ യുദ്ധം ചെയ്യുന്നത്? അള്ളാഹിനോട് വിളിച്ചാൽ പോകുന്നത്. അപ്പോൾ ഇവരൊക്കെ വിളിച്ചു തേടുന്നുണ്ട്, അവരോട് ദുആരക്കുന്നുണ്ട്, ഇസ്തിഗാസ നടത്തുന്നുണ്ട്. അവരുടെ വിശ്വാസം എന്താണെന്നോ? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ ഇവരൊക്കെ വിളിച്ചു തേടുന്നത് അള്ളാഹുവിൻ്റെ അരികിലേക്ക് ഈ മഹാത്മാക്കളായ മരിച്ചുപോയ പുണ്യാത്മാക്കൾ ഞങ്ങളെ അള്ളാഹിൻ്റെ അരികിലേക്ക് അടുപ്പിക്കുന്നവരാണെന്നാണ്. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അരികിൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ്. ഇവരൊക്കെ ഞങ്ങൾക്ക് അള്ളാഹിൻ്റെ അരികിൽ എന്ത് ചെയ്യും? ശുപാർശ പറയും. പഠിച്ചോനെ, ഇവർ തർക്കേടിൽ നല്ലപോലെ തന്നെയാണ്, ഇവരെ രക്ഷിക്കണമെന്ന് ശുപാർശ പറഞ്ഞിട്ടുള്ള ടീമാണ് ഇവർ. അപ്പോൾ അവർക്ക് എന്തുണ്ട്? ഉലൂഹിയത്തിൽ ഉള്ള ഈ ഏകത്വം, തൗഹീദും ഫിൽ ഉലൂഹിയ, ആരാധനക്കർഹൻ അള്ളാഹു ആണ് എന്നതിലുള്ള ഈ വിശ്വാസം അവർക്ക് ഇല്ല. ആരാധന അള്ളാഹിനോടും ഉണ്ട്, ഇവരോടൊക്കെ ഉണ്ട്. മിക്സാണ്. അപ്പോൾ റബ്ബ് അള്ളാഹു ആണ് എന്നുള്ള തൗഹീദും ഫിർ റുബൂബിയ അവർക്കുണ്ടായിരുന്നു. റബ്ബ് എന്ന് പറഞ്ഞാൽ വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. മക്കയിലെ ഈ മുശ്രിക്കീങ്ങളോട് ചോദിച്ചാൽ ആകാശം ഭൂമിയും പഠിച്ച ആരാടാണ് ചോദിച്ചാൽ അള്ളയാണ്. അതാണ് റുബൂബ്. റബ്ബാരാണ്? അള്ളയാണ്. മഴ തരുന്നവനാരാണ്? അള്ളയാണ്. നിങ്ങൾക്ക് റിസ്ക് തരുന്നവനാരാണ്? അള്ളയാണ്. നിങ്ങളെ സംരക്ഷിക്കുന്നവനാരാണ്? അള്ളയാണ്. അത് ഇലാത്തിയാണോ? അല്ല. ഉസ്സയാണോ? അല്ല. മനാത്തിയാണോ ആകാശം സൃഷ്ടിച്ചത്? അല്ല. അതൊക്കെ ആരാണ്? റബ്ബാണ്. പക്ഷെ ഓലെ ഞങ്ങൾക്ക് വേണം, അവരെ ഞങ്ങൾ വിടൂല. കാരണം എന്താ? അള്ളാഹിൻ്റെ അടുത്തേക്ക് ശുപാർശ പറയാനുള്ള മഹാത്മാക്കളാണ് അവർ. മനസ്സിലായി? അപ്പോൾ ഇതാണ് ബദർ യുദ്ധം നടക്കുമ്പോഴുള്ള വിശ്വാസപരമായ അവസ്ഥ. ഹക്ക് ബാത്തിൽ എന്ന് പറയുന്ന ഈ സംഗതിയാണ്. ഓക്കെ, അത് ബദർ യുദ്ധം നടന്നു അല്ലേ? അതെ, ഞാൻ അയക്കാനും വരുന്നു, അത് എനിക്കതാ വരുന്നു. അതെ, അതിൻ്റെ ഉത്തരമാണ് ഈ പറയുന്നത്. അപ്പോൾ ബദർ നടന്നു. ആരെ വിജയിച്ചത്? മുസ്ലിങ്ങൾ വിജയിച്ചു. രണ്ട് കൂട്ടർ ആരോടെ പ്രാർത്ഥിച്ചത്? അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹ് ആരെയാ സഹായിക്കുക? അള്ളാഹിനെ റബ്ബായും ഇലാഹായും വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസം കൈക്കൊള്ളുന്ന വിശ്വാസികളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ താഴ്വരയിൽ നബിക്ക് വിശ്രമിക്കാൻ വേണ്ടി വിശ്വാസികൾ കെട്ടിക്കൊടുത്ത ഒരു ഖൈമ ഉണ്ടായിരുന്നു. ഖൈമ ഒരു ടെൻറ്റ്, ഒരു പന്തൽ. അതിലിരുന്നു കൊണ്ട്
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് നിരന്തരമായി തേടിക്കൊണ്ടേയിരുന്നു. റബ്ബേ, ഈ സംഘട്ടനത്തിൽ ഞങ്ങൾക്ക് വിജയം നൽകണം. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅതനി, എനിക്ക് വാഗ്ദാനം ചെയ്ത ആ വിജയം ഇതിലെനിക്ക് നീ നൽകണമേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ അഴ്സാബ, ഈ കൊച്ചു സംഘത്തെ റബ്ബേ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഫലൻ തുഅബദ ഫിൽ അർളി അബദ, നിന്നെ മാത്രം ഈ ഭൂമിയിൽ പിന്നെ ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകൂല എന്നാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. അങ്ങനെയാണ് അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത് അടക്കമുള്ള മക്ക മുശ്രിക്കുകളിലെ ഖുറൈശികളിലെ പ്രമുഖന്മാരും പ്രമാണിമാരുമായ ആളുകൾ അവിടെ ബദറിൽ തന്നെ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ട അവസ്ഥ ഉണ്ടായി. 70ഓളം ആളുകളെ മുശ്രിക്കുകളിൽ നിന്നുള്ള അവിശ്വാസികളെ മുസ്ലിങ്ങൾ ബന്ദികളായി പിടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. കാരണം എന്താ? അള്ളാഹിനോട് ഇസ്തിഗാസ നടത്തിയിട്ടാണ്. ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടി, അപ്പോൾ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകി. 1000കണക്കിന് മലക്കുകളെ ഇറക്കിക്കൊണ്ട് ബദറിൽ വിശ്വാസികളെ സഹായിച്ചു. നമ്മൾ ആലിമ്രാൻ പഠിച്ചില്ലേ? ആലിമ്രാനിൽ 1000 എന്നുള്ളത് 3000 പറയുന്നുണ്ട്, അതപ്പോൾ 5000 ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച മലക്കുകളെയൊക്കെ അവിടെ ഇറക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ സഹായിച്ചു? അവൻ്റെ വിശ്വാസി സമൂഹത്തെ സഹായിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ, അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ദീനിനെ സഹായിക്കുക, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന ഈ സന്ദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ ദീനിനെ നിങ്ങൾ സഹായിച്ചാൽ യൻസുർക്കും, അവൻ നിങ്ങളെയും സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങൾക്ക് അവൻ ധൈര്യവും സ്ഥിരതയും നൽകും. അങ്ങനെ പഠിച്ചോ നിങ്ങൾക്ക് വിജയം നൽകും. ആ വിജയം എവിടെ ഉണ്ടായത്? ബദറിലുണ്ടായി. അപ്പോൾ ആരെയും ജയിച്ചത്? ബദരീങ്ങൾ ജയിച്ചു. ബദരീങ്ങൾക്ക് അള്ളാഹ് വിജയം കൊടുത്തത് എന്തിൻ്റെ പേരിലാണ്? അല്ലാഹുവേ നീ കാക്കേണമേ, അല്ലാഹുവേ നീയാണ് തുണ, അല്ലാഹുവേ നിന്നോടാണ് ഞങ്ങൾ സഹായം തേടുന്നത്, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആര് വിജയിച്ചു? ബദരീങ്ങൾ ജയിച്ചു. ബദരീങ്ങൾ ദുനിയാവിലും ജയിച്ചു, പരലോകത്തും ജയിച്ചു. അവർ സ്വർഗത്തിലാണ്, ബദരീങ്ങൾ സ്വർഗത്തിലാണ്. ഇപ്പം നമ്മളെ അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ആരോടാണ് സഹായം തേടുന്നത്? നമ്മൾ സഹായം തേടുന്നത് ആരോടാണ്? ബദരീങ്ങളെ കാക്കണേ. അതിനു വേണ്ടിയാണ് ഈ റമളാൻ മാസം 17-ന് ആ ബദർ ദിനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? എത്ര പോത്തുകളാണ് പിന്നെ കേരളത്തിൽ അറുക്കപ്പെടുന്നത് അന്ന്. ബദരീങ്ങളുടെ പേരിലുള്ള ആണ്ട് നേർച്ചയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഈ ഭാഗത്തൊക്കെ ഉണ്ട്, എല്ലാത്ത ഭാഗം ഉണ്ടാവില്ല. എന്തൊരു വിരോധാഭാസമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. സംഗതി ലളിതല്ലേ, മനസ്സിലാക്കാൻ ലളിതല്ലേ? ബദരീങ്ങൾ എന്തിനാണ് ബദറിൽ പടവെട്ടി രക്തസാക്ഷികളായത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അല്ലാത്തവരോട് ഞങ്ങൾ സഹായം തേടൂല, അള്ളാഹു അല്ലാത്തവരോട് നമ്മൾ വിളിച്ചു തേടൂല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഉത്ബത്തും ഷൈബത്തും അബൂജഹലും ആരോട് യുദ്ധത്തിന് വന്നത്? ബദരീങ്ങളോട് യുദ്ധത്തിന് വന്നത്. എന്നിട്ടിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ഈ തൗഹീദിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ച് ഷഹീദുകളായ രക്തസാക്ഷികളായ ബദരീങ്ങളോട് സഹായം തേടാണ്. ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണേ യാ റബ്ബന എന്ന് പറയുന്നത്. രോഗം തരുന്നവരാണ് ആരാണ്? അത് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചെന്താണ്? പഠിച്ചോനെ എനിക്ക് രോഗം തരുന്നവന് നീയാണ്. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നവൻ നീയാണ് റബ്ബേ. അപ്പോൾ ഈ മരിച്ചുപോയ മഹാത്മാക്കളുടെ ബർക്കത്ത് കൊണ്ട് ശിഫ കിട്ടണം. അതിർപ്പത്തിലിട്ട സിറാത്ത് കടക്കും നാൾ ശൊക്കർ മുഹീദ്ദീൻ കാവലിലേകല്ലാ എന്നാ പറയും.
സിറാത്ത് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അവിടുന്ന് വരെ മൊയ്തീൻ ഷെയ്ഖിൻ്റെ കാവൽ കടന്നു. സുബ്ഹാനല്ലാഹ്. നരകത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോഴും ആരെ കാവൽ വേണമെന്നാണ് പറയുന്നത്? മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് അറിയണ്ടോ? എത്ര സിമ്പിളാണ് ഈ കാര്യങ്ങൾ. ഇത് മനുഷ്യൻ്റെ മനസ്സിലിങ്ങനെ ഇതുണ്ടാക്കാൻ വേണ്ടിയാണ് പിശാച് വരുന്നത്. എത്ര പണം അതിന് ചിലവഴിക്കുന്നത്. മൃഗബലി എന്നുള്ളത് ഒരു ഇബാദത്തല്ലേ അല്ലേ? മൻ ദഹബ ബി ഗൈരില്ലാഹി ഫഖദ് അശ്റക. അല്ലാഹ് അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ബലി നടത്താൻ അവൻ ശിർക്കാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഫസ്വല്ലി ലി റബ്ബിക, ബാക്കി ഓതി, ഫസ്വല്ലി ലി റബ്ബിക വൻഹർ. സ്വലാത്ത് ബലികർമ്മം ആർക്ക് വേണ്ടി നിർവഹിക്കണമെന്ന ഖുർആൻ പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഓതുന്ന സൂറത്തായിരിക്കും ഏത്? നാഴ്ത്തനക്കൽ കൗസർ, ദോറിനും അസുറിനും ഒക്കെ. മറ്റേ പേരെ ഇമാം ഓതുന്ന കേൾക്കേണ്ടി വരും. അവിടെ ഇതിപ്പം ഇമാം ഓതിയാലേ കേൾക്കാൻ പറ്റുള്ളൂ. ദോറ് അസുറൊക്കെ മിക്കവാറും സെലക്ട് ചെയ്യുക ജാതി സുഹൃത്തുക്കളാണ്. ഏറ്റവും കൂടുതൽ ഓതുന്ന ബൈഹാട്ടുമാണ്. ഫസ്വല്ലി, അതിനാൽ നീ നമസ്കരിക്കണം. ആർക്ക് വേണ്ടിയാണ് നിന്റെ നമസ്കാരം? ലി റബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കണം. വൻഹർ, ആർക്ക്? ലി റബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടിയായിരിക്കണം നിന്റെ ബലികർമ്മം. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ പ്രാർത്ഥന, എൻ്റെ സ്വലാത്ത്, നുസുക്കിൽ പെട്ട നുസുക്ക് ഒരുപാടുണ്ട്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അല്ലേ? നമ്മുടെ എല്ലാ ആരാധനാ കർമ്മങ്ങളും അതിൽപ്പെട്ടൊരു കർമ്മമാണ് ബലികർമ്മം. അത് മറക്കുന്നതിന് വേണ്ടിയാണ്. ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതൊക്കെ നേർക്ക് നേരെ ഖുർആനിൽ അല്ലാഹ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളല്ലേ? ഇത് വേറെല്ലാ ആളുടെ പേരിൽ നേർച്ചയാക്കിയിട്ടാണ്. ബദരീങ്ങളുടെ പേരുള്ള ആണ്ട് നേർച്ച ബദറിൻ്റെ ദിവസത്തിൽ. എന്താണ് ബദർ? എന്തിനാണ് ബദർ? ആരാണ് ബദരീങ്ങൾ എന്ന് പോലും ആലോചിക്കാതെയും ചിന്തിക്കാതെ ഈ സംഗതികളൊക്കെ നമ്മൾ ചെയ്യുന്നു. ഇത്ര പണം നമ്മളതിന് ചിലവാക്ക്. യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ. ആരും വിചാരിക്കുന്നത് ഞങ്ങൾ നല്ല പണിയാണ് ചെയ്യുന്നത്. പഠിച്ചോ ഞങ്ങളെ ഞങ്ങൾക്ക് ഇതിനൊക്കെ കൂലി കിട്ടുന്നു. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതിന് നമ്മളെ ബുദ്ധി ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. എന്തിനാ ബുദ്ധി ഉപയോഗിക്കേണ്ടത്? നരകത്തിൽ നിന്ന് കഴിച്ചിലാകാനും സ്വർഗം നേടാനും കൂടി എന്ത് വേണം? ബുദ്ധി വേണം. ദുനിയാവ് അടക്കി പിടിക്കാൻ മാത്രം ബുദ്ധിനെ ഉപയോഗിച്ചാൽ പോരാ. നമ്മളെ ആലിമ്യങ്ങൾ, നമ്മളെ ഉലമാക്കൾ ഓല നരകത്ത് പോകുകയാണെങ്കിൽ ഞങ്ങളോട് പോകാമെന്നുള്ള കൂട്ടത്തിൽ എന്താണ് ഇപ്പോൾ ഇങ്ങനെയുള്ള അന്ധമായ അനുകരണമല്ല, തഖ്ലീദല്ല ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇത്തിബാണ് ചെയ്യേണ്ടത്. ഇത്തിബാ എന്ന് പറയുന്നത് ഇത്തിബാഉ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തിബാഉൽ ഖുർആൻ, ഖുർആനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ക്ലിയറായോ? ബദർ ക്ലിയറായോ? അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ ഇപ്പോൾ അതിൻ്റെ പിന്നെ ശത്രുക്കളുടെ ക്കെതിരെയുള്ള നീക്കങ്ങൾ, സൈനിക നീക്കങ്ങളെക്കുറിച്ചാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്നത്. വ ഇന്ന മിൻകും, ഇനി തീർച്ചയായും നിങ്ങളിലുണ്ട്. ആരുണ്ട്? വ ഇന്ന മിൻകും ലമൻ ലയുബത്തിഅന്ന, അല്ലേ? വ ഇന്ന മിൻകും ലമൻ ലയുബത്തിഅന്ന, നിങ്ങളിൽ നിന്ന് പിന്നോട്ടടിക്കുന്ന ആളുകൾ തീർച്ചയായും ഉണ്ട് എന്നാണ്. യതഅഖറന്ന അനിൽ ജിഹാദ്, ജിഹാദിൽ നിന്ന് പിന്തിരിഞ്ഞു പോരുന്ന, പിന്നോട്ടടിക്കുന്ന ആളുകൾ തീർച്ചയായും നിങ്ങളിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ കൂട്ടത്തിലും ദുർബല വിശ്വാസികളായ ആളുകളുണ്ട്. ഫഇൻ അസാബത്തുക്കും മുസീബ, അങ്ങനെ നിങ്ങൾക്ക് വല്ല വിപത്തും ബാധിക്കുകയാണെങ്കിൽ അത്തരക്കാരായ മൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അത്തരക്കാരായ ആളുകൾ ഖാല, അവർ പറയുന്നതാണ് ഖദ് അൻഅമല്ലാഹു അലയ്യ, എൻ്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു എന്നവർ പറയും. ഇദ് ലം അകും മഅഹും ഷഹീദാ, ഞാൻ അവരുടെ കൂടെ
ആ യുദ്ധത്തിന് സന്നിഹിതനായില്ലല്ലോ എന്നതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പേരിൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു എന്നവർ പറയും. ഞാൻ ആ യുദ്ധത്തിന് പോയിരുന്നെങ്കിൽ മുസീബത്ത് ബാധിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ. ആ മുസീബത്ത് ആർക്കും ബാധിക്കും? എനിക്കും ബാധിക്കും. അതുകൊണ്ട് ഞാൻ പിന്നോട്ട് നിന്നതിനാൽ, പിറകോട്ടടിച്ചതിനാൽ, ഈ യുദ്ധത്തിൽ നിന്ന് ഞാൻ പിന്തി നിന്നതിനാൽ പഠിച്ചോൻ എനിക്കെന്ത് ചെയ്തു? രക്ഷ നൽകിയ പഠിച്ചോൻ്റെ നിയമം തന്നെയാണ്. പോകാൻ നന്നായി എന്ന് പറയുന്ന ആളുകൾ ആരിലുണ്ട്? ഇത്തരം പിന്തി നിൽക്കുന്ന ആളുകളിൽ ഉണ്ട്. വഇന്ന മിൻകും ലമൻ ലയുബത്തിഅന്ന ഫഇൻ അസ്വാബതുകും മുസീബത്തുൻ ഖാല ഖദ് അൻഅമല്ലാഹു അലൈഹി ഇദ് ലം അകും മഅഹും ഷഹീദാ. അപ്പോൾ ഞാൻ യുദ്ധത്തിന് അവിടെ സന്നിഹിതനാകാത്തതിനാൽ, ഷഹീദ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഫമൻ ഷഹീദ മിൻകുമു ഷഹ്റ ഫൽയസുംഹു എന്ന് പറഞ്ഞല്ലേ, നോമ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്. റമദാനിൽ നമ്മൾ സാക്ഷിയായോ, നമ്മളെന്ത് വേണം? നോൽമ്പ് വിൽക്കണം എന്നാണ് പഠിച്ചവൻ പറഞ്ഞത്. ആ ഷഹീദ് സാക്ഷി. അപ്പോൾ അവിടെ നമ്മൾ ഹാജരാകാതിരുന്നത് വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിഅമത്താണ് ചൊരിഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ ആ മുസീബത്തിൽ പെട്ടിട്ടില്ലല്ലോ. വിശ്വാസികൾ യുദ്ധത്തിന് പോയതിനാൽ അവർക്ക് മുസീബത്തുണ്ടായി, അവർക്ക് മുറിവുകളുണ്ടായി, അവരിൽ പലരും മരിച്ചുപോയി എന്നൊക്കെ. എന്നാൽ വലഇൻ അസ്വാബകും ഫളലും മിനല്ലാഹ്, യുദ്ധത്തിൽ ഇത് രണ്ടും ഉണ്ടാകും. ഒന്ന് മുസീബത്ത് ഉണ്ടാകും, മറ്റൊന്നെന്തുണ്ടാകും? ഫളലുണ്ടാകും. പരാജയം ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാകുക? മുസീബത്ത് ഉണ്ടാകുക. ഇനി അല്ലെങ്കിലും വിജയികളാണെങ്കിലും മുസീബത്ത് ഉണ്ടാകും അല്ലേ? യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു സംഗതി തന്നെയാണല്ലോ. വിജയിക്കുന്ന ടീമിലും മരിക്കുന്നവരുണ്ടാകും, അതേപോലെ തന്നെ പരിക്ക് പറ്റുന്നവരുണ്ടാവില്ലേ? ഉണ്ടാകും. അസാബ എന്ന് പറഞ്ഞാൽ ബാധിച്ചു. അസാബ യുസീബു, ബാധിച്ചു. അപ്പോൾ രണ്ടും, അസാബ മറ്റൊരിടത്ത് മുസീബത്താണ് ബാധിച്ചത്, ഇവിടെ എന്താണ്? വലഇൻ അസ്വാബകും ഫളലും മിനല്ലാഹ്, അള്ളാഹിൻ്റെ അരികിൽ നിന്നുള്ള വല്ല അനുഗ്രഹവുമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ അനുഗ്രഹം നിങ്ങളെ ബാധിച്ചാൽ ലയഖൂലന്ന, അവരിങ്ങനെ പറയുക തന്നെ ചെയ്യും, കഅല്ലം തകും ബൈനകും വബൈനഹു മവദ്ദ. പറയുന്നത് എങ്ങനെയാണെന്നോ? ഈ പറയുന്ന ആളുടെയും നിങ്ങളുടെയും ഇടയിൽ യാതൊരു സ്നേഹബന്ധവും ഇല്ലാത്ത പോലെയാണ് അവൻ പറയുക. നിങ്ങളുടെ കൂട്ടത്തിൻ്റെ ആളാണ് ഈ പറയണത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെക്കും അവർക്കും ഇടയിൽ മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധം, യാതൊരു ബന്ധവും ഇല്ലാത്തവരെ പോലെ പറയുന്നു. എന്ത്? യാ ലൈതനീ കുന്തു മഅഹും, ഞാനും അവിടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഗനീമത്ത് കിട്ടൂലേ? യുദ്ധത്തിൽ സമരാർജിത സമ്പത്തിൽ ഇവർക്ക് പങ്കെടുത്ത ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കുക. വീട്ടിൽ നിന്നവർക്ക് ഇത് കിട്ടുമോ? ഇല്ല. അപ്പോൾ യാ ലൈതനീ, ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, കുന്തു മഅഹും, അവരുടെ കൂടെയായിരുന്നെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഫഫൂസ ഫൗസൻ അലീമാ, എനിക്ക് വലിയ വിജയം, വലിയ നേട്ടം അതുകൊണ്ട് നേടാമായിരുന്നു, വലിയ വിജയം അതുകൊണ്ട് കരഗതമാക്കാമായിരുന്നു. കാരണം ഇവിടെ ജയിച്ചു എന്നുള്ളൊരു അന്തസ്സുണ്ടാകും, വേറെ മോണിറ്ററി ബെനിഫിറ്റ് അതിൻ്റെ പേരിൽ ഗനീമത്ത് സ്വത്തായി നമുക്ക് കിട്ടുകയും ചെയ്യും. അതൊന്നും ഇപ്പം ഇല്ലാതായല്ലോ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ ദുർബല വിശ്വാസികളായ ആളുകളുടെ അവസ്ഥയാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ആയത്തുകളിലൂടെ വിശദീകരിച്ചു തരുന്നത്. അപ്പോൾ നോക്കണം നിങ്ങൾ, ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഖുർആന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? യുദ്ധം നടന്നു കഴിഞ്ഞതിന് ശേഷം ആ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. യുദ്ധമൊന്നും നടക്കാത്ത സമാധാന കാലഘട്ടത്തിലും ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്ന യാത്രാവേളയിൽ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിലായിരിക്കുമ്പോൾ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആൻ ഇറങ്ങി. അവർക്കിടയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ മുനാഫിക്കുകളുടെയും അതുപോലുള്ള ആളുകളുടെയും ഇടയിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി ഖുർആൻ്റെ ആയത്തുകൾ അവതരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 23 വർഷ കാലഘട്ടത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതിൻ്റെ കൂടെയാണ് ഖുർആനും എന്ത് ചെയ്തത്? ജീവിച്ചതും ഇറങ്ങിയതും. ഖുർആൻ്റെ അവതരണം
ഖുർആൻ്റെ ആയത്തുകളെ ജീവിതത്തിലൂടെ ആവിഷ്കരിച്ചു കൊണ്ട് തന്നെയാണ് സഹാബത്തെല്ലാം നബിയുടെ കൂടെ കഴിഞ്ഞുകൂടിയതും ജീവിച്ചതും എന്നാണ്. അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് അതിൽ ഉള്ള നിയമങ്ങളായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരാം. യുദ്ധവുമായി യുദ്ധക്കളത്തിൽ നടക്കേണ്ട ഒരു സംഗതി അതിൽ നിന്ന് ഒരായത്തിനുണ്ട് അടർത്തി എടുത്തിട്ട് അത് ഈ സാധാരണ നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിലേക്കോ വ്യക്തിഗതമായ ഇടങ്ങളിലേക്കോ കൊണ്ടുവന്നതിന് ദുർവ്യാഖ്യാനം ചെയ്യുന്നവർക്ക് എന്തല്ല ശരിയല്ല. അങ്ങനെയുള്ള കുറേ സംഗതികൾ ഇപ്പോൾ അവിശ്വാസികളെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ വെട്ടണം എന്ന് പറയുന്നത് എപ്പോഴാണ് പറയുന്നത്? യുദ്ധം നടക്കുമ്പോഴാണ്. യുദ്ധം നടക്കുമ്പോൾ നമ്മളെ നേരിൽ കുന്തമായിട്ട് വരുന്ന ആൾക്കാരെ വല പിടിച്ചിട്ട് ഉഷാറന്നെയല്ലേ എന്നൊരു ചായ പിടിച്ച് പോയിക്കോന്ന് പറയോ? നമ്മളെ കൊല്ലാൻ വേണ്ടി കുന്തമായിട്ട് വരുന്ന ഒരാളെ, നമ്മളെ വെട്ടാൻ വേണ്ടി വാളുമായിട്ട് വരുന്ന ഒരാളോട് നമ്മളെങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? നമ്മൾ പരിച കൊണ്ട് അതിനെ തടുക്കണം. ഇടത്തെ കൈയുള്ള പരിച കൊണ്ട് തടുത്തിട്ട് വലത്തെ കൈയുള്ള വാളുകൊണ്ട് വെട്ടണം. സന്ദർഭത്തിനനുസരിച്ചാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, വിശ്രമിച്ചു കിടന്നുറങ്ങിയിട്ടുണ്ട്. റസൂൽ വാള് മരത്തിന്മേൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരു ശത്രു വന്നിട്ട് എന്ത് ചെയ്ത്? വാളെടുത്ത്. നല്ല ചാൻസ് അല്ലേ നബിനെ കൊല്ലാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്നുണർന്നപ്പോൾ എന്തുണ്ട്? ശത്രുവിൻ്റെ കയ്യിൽ വാള് നബിൻ്റെ നേരെ ഓങ്ങി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്തിൽ ഇയാൾ പറയുന്നുണ്ട്, മൻ യംനഉക മിന്നി, എന്നിൽ നിന്നും നിന്നെ തടയുന്നത് ആരാണെന്ന് ചോദിച്ചു. ആരാ നിന്നെ തടയാനുള്ളത്? ഇവർ വിചാരിച്ചു ആരും രക്ഷിക്കാനല്ല. റസൂലുള്ള ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, അല്ലാഹ്. എന്നെ ആരെ രക്ഷിക്കും? അല്ല. മൂപ്പരാകെ പറിച്ച് ബാടന് വീണു. നബി ആ വാളെടുത്തു. എന്തായാലും നബി ചോദിക്കുന്നുണ്ട്, എന്നിൽ നിന്ന് നിന്നെ ആര് തടയും? അവൻ അങ്ങനെ അല്ലാന്ന് പറയാൻ പറ്റുമോ? അവൻ അപ്പോഴും ആലോചിച്ചു. അപ്പോൾ ലാത്തി ഉസ്സി മനാത്തി ഹുബിലും കുലദൈവങ്ങളും ഒക്കെ മനസ്സിൽ കൂടെ വന്നു കാണും. ആരെയാ പറയാ? ആരെയും പറയാ? അവൻ പറഞ്ഞെന്താണ്? ഇവര് പറഞ്ഞെന്താണെന്നോ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ആളാണ്, ശ്രേഷ്ഠനായ ആളുടെ മകനാണ്. ഇൻഷുറാൻസിനും വെറുതെ വിടുകയാണ് ചെയ്തത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, നിരപരാധിയായ ഒരാളെ കൊല്ലാൻ ഒരുങ്ങിയ ആളെ പോലും എന്ത് ചെയ്യുന്നിട്ടുണ്ട്? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ വിട്ടിട്ടുണ്ട്. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണെന്നൊക്കെ ഇതിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് ഖുർആൻ്റെ ഒരു ആയത്ത് അതിൻ്റെ സന്ദർഭത്തിൽ അടത്തിയിട്ട് അത് മാത്രം പറയുകയാണെങ്കിൽ അതിൻ്റെ പരിപൂർണമായ ആശയം കിട്ടില്ല, ദുർവ്യാഖ്യാനമാകും അല്ലേ? വൈലുല്ലിൽ മുസല്ലീൻ ഖുർആനിലെ ആയത്തല്ലേ? നിസ്കരിക്കാതെ തേരാപാരങ്ങനെ നടക്കുന്ന ആളുകളോട് തരാ, എന്തിനാണോ നിസ്കരിക്കണേ? വൈലുല്ലിൽ മുസല്ലീൻ. ഇത് ഖുർആനല്ലേ ചോദിച്ചാൽ ഖുർആനല്ലേ? ഖുർആനിലെ ആയത്തല്ലേ? അവിടെ നിർത്തുകയാണ്. വൈലുല്ലിൽ മുസല്ലീൻ, നിസ്കാരക്കാർക്കാകുന്നു നാശം. ഏതരം നിസ്കാരമാണ് പറയുന്നുണ്ട്, എന്ത് നാശാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല. ഇനി അല്ലാഹു പറയുന്നത്, ഫൽയുഖാതിൽ ഫീ സബീലില്ലദീന യശ്റൂനൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറ വമൻ യുഖാതിൽ ഫീ സബീലില്ലാഹി ഫയുഖ്തൽ ഔ യഗ്ലിബ് ഫസൗഫ നുഅതീഹി അജ്റൻ അദീമാ. ദൈവിക മാർഗത്തിൽ യുദ്ധം ചെയ്ത് അങ്ങനെ രക്തസാക്ഷികളാകുന്നവർക്കും അതിന് സന്നദ്ധരായി ഈ ത്യാഗപൂർണമായ ഈ ജിഹാദ് നിർവഹിക്കുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. ഫൽയുഖാതിൽ, അതുകൊണ്ട് എന്ത് ചെയ്യട്ടെ? യുദ്ധം ചെയ്തു കൊള്ളട്ടെ. ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ആരാണ് യുദ്ധം ചെയ്യുന്നത്? അല്ലദീന യശ്റൂനൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിനെ വിൽക്കുന്നവരാകുന്നു അവർ. ഷറാ യശ്രി എന്ന് പറഞ്ഞാൽ എന്താ? വിറ്റു. ഇഷ്തറാ യശ്രി എന്ന് പറഞ്ഞാലോ വാങ്ങി. ഇഷ്തറാ വാങ്ങി, ഷറാ യശ്രി വിറ്റു. അല്ലദീന യശ്റൂനൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിനെ അവർ വിൽക്കുന്നു. എന്തിനു പകരമായി? ബിൽ ആഖിറ,
പരലോകത്തിന് വേണ്ടി ദുനിയാവിനെ വിൽക്കുന്നവരാണവർ. അങ്ങനെ പരലോകത്തിന് വേണ്ടി ദുനിയാവിനെ വിൽക്കുന്നവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞ പടച്ചോൻ്റെ കൂലിയും പരലോക വിജയം ആഗ്രഹിക്കുന്നവർ യുദ്ധം ചെയ്തു. ഇനി ഇഷ്തറ വേറൊരു സ്ഥലത്ത് സൂറത്ത് തൗബയിൽ വന്നിട്ടുണ്ട്. ഇന്നല്ലാഹ ഇഷ്തറാ മിനൽ മുഅ്മിനീന, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്ക് വാങ്ങിയിരിക്കുന്നു. ആരിൽ നിന്ന്? മിനൽ മുഅ്മിനീൻ. എന്താ വിലക്ക് വാങ്ങിയത്? അൻഫുസഹും വ അംവാലഹും, അവരുടെ ശരീരവും അവരുടെ സമ്പത്തും അല്ലാഹു വിലക്ക് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിനും സമ്പത്തിനും അല്ലാഹ് നമ്മളോട് വാങ്ങിയാൽ അതിന് പകരം അല്ലാഹ് എന്താ തരിക? ബി അന്ന ലഹുമുൽ ജന്ന, പടച്ചോൻ എന്ത് പകരം നൽകും? അവർക്ക് സ്വർഗം പകരം നൽകും. ആ വിശ്വാസികളിൽ നിന്നല്ല അവരുടെ ശരീരവും സമ്പത്തും വിലക്ക് ഇങ്ങോട്ട് വാങ്ങിയിട്ട് പകരം അങ്ങോട്ട് കൊടുക്കുന്നത് എന്താണ്? ബി അന്ന ലഹുമുൽ ജന്ന യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയുഖ്തലൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ യുദ്ധം ചെയ്യുകയും അവർ വധിക്കപ്പെടുകയും ശത്രുക്കളെ അവർ വധിക്കുകയും ചെയ്യുന്നു. അതാണ് യുദ്ധം. വധിക്കപ്പെടലുണ്ടാകും, അതേപോലെ തന്നെ അവർ വധിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ നോക്കൂ. ഫൽയുഖാതിൽ ഫീ സബീലില്ലാഹി അല്ലദീന യശ്റൂനൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറ വമൻ യുഖാതിൽ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വല്ലവനും ഇങ്ങനെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഫയുഖ്തൽ, അങ്ങനെ അവൻ കൊല്ലപ്പെടുകയാണ് എങ്കിൽ, കൊല്ലപ്പെടൂലേ? യുദ്ധത്തിന് എന്ത് ചെയ്യും? കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതേപോലെ തന്നെ യഗ്ലിബ്, അല്ലെങ്കിൽ അവൻ വിജയം നേടുന്ന അവസ്ഥയും ഉണ്ടാകും. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലും ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമാ, തീർച്ചയായും നാം അവന് മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. വലബ യഗ്ലിബ് എന്ന് പറഞ്ഞാൽ എന്താ? വിജയിച്ചു, വിജയം നേടി. അപ്പോൾ അതിൽ വധിക്കപ്പെടുകയാണെങ്കിലോ വിജയിക്കപ്പെടുകയാണെങ്കിലും വിജയം നേടുകയാണെങ്കിലും എന്തുണ്ടാകും? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം നൽകുന്നു. ഇനി വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, വമാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി വിശ്വാസികളെ? വമാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി? ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ യുദ്ധം ചെയ്യാത്തത്? ആ യുദ്ധത്തിനുള്ള പ്രേരണയാണിത്. കാരണം എന്താണ്? വിശ്വാസികളുടെ അവസ്ഥ ആർക്ക് വേണ്ടിയൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടത്? വൽ മുസ്തലഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. അപ്പോൾ പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും ദുർബലരായിട്ടുള്ള മർദ്ദിച്ചൊതുക്കപ്പെട്ടിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി, വൽ വിൽദാൻ, കുഞ്ഞുങ്ങളിൽ നിന്നും. കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന രീതിയുണ്ട് ഇല്ലേ? ഇപ്പോൾ ഹുസൈനൊക്കെ അതാണ്, കുട്ടികളെ കൊന്നൊടുക്കുകയാണ്. ജീവിക്കാൻ പോലുമുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് അവർ എന്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു? ഈ ദുർബലരായ മർദ്ദിച്ചൊതുക്കപ്പെട്ട പുരുഷന്മാരും സ്ത്രീകളും ചെറിയ കുഞ്ഞുങ്ങളും അവരുടെ പ്രാർത്ഥന എന്താണ്? യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ. റബ്ബനാ, ഞങ്ങളുടെ നാഥ, അഖ്രിജ്ന, ഞങ്ങളെ നീ മോചിപ്പിക്കണമേ, മിൻ ഹാദിഹിൽ ഖറിയ, ഈ ഗ്രാമത്തിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന്, അല്ലാലിമി അഹ്ലുഹ, ആ നാട്ടുകാർ അക്രമികളാകുന്നു റബ്ബേ, അക്രമികളായ ഈ നാട്ടുകാരിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണമേ. വജ്അൽ ലനാ മിൻ ലദുൻക വലിയ, നിന്റെ അരികിൽ നിന്ന് ഞങ്ങൾക്ക് നീ ഒരു രക്ഷാധികാരിയെ നൽകണമേ. വജ്അൽ ലനാ മിൻ ലദുൻക നസീറ, നിന്റെ അരികിൽ നിന്നൊരു സഹായിയെ ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദുർബലരായ മർദ്ദിച്ചൊതുക്കപ്പെട്ട ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല? അപ്പോൾ അങ്ങനെ അവസ്ഥ ഉണ്ടാകുമ്പോൾ, ഈ അവസ്ഥ ഇപ്പോൾ ഏതെങ്കിലും ഒരു നാട്ടിലുണ്ടാകുകയാണെങ്കിൽ അവിടെ ഓരോരുത്തരും ഇങ്ങനെ വാളെടുക്കാനാണോ ഈ പറയുന്നത്?
ഇതൊരു സമൂഹത്തിനെ നയിക്കുന്ന അവിടുത്തെ ഭരണാധികാരികളുടെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഖുർആൻ ഈ കാര്യം പറയുന്നത്. ഓരോരുത്തരും ഇങ്ങനെ ഈ ആയത്തോതി വാളെടുത്ത് യുദ്ധം ചെയ്യുന്ന രീതിയല്ല. അല്ലദീന ആമനൂ യുഖാതിലൂന ഫീ സബീലില്ലാഹ്, തീർച്ചയായും വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ യുദ്ധം ചെയ്യുന്നു. വല്ലദീന കഫറൂ, സത്യനിഷേധികൾ യുദ്ധം ചെയ്യുന്നത് ഏത് മാർഗത്തിലാണ്? ഫീ സബീലി താഗൂത്ത്, താഗൂത്തിൻ്റെ മാർഗത്തിൽ. താഗൂത്ത് എന്താണെന്ന് വളരെ വിശദമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, അള്ളാഹു അല്ലാത്ത ശക്തികൾ കേട്ടോ. ദൈവേതര ശക്തികളാണ് ആര്? താഗൂത്ത്. ഈ ലാത്ത, ഉസ്സ, മനാത്ത, ഹുബില്, അതുപോലെ ഏതേതൊക്കെ ശക്തികളെയാണോ അവർ ആരാധിച്ചിരുന്നത്, വിളിച്ചു തേടിയിരുന്നത്, ഈ കാലഘട്ടത്തിൽ ആരൊക്കെയാണോ അവർ ആരാധിക്കുന്നത്, വിളിച്ചു തേടുന്നത്, അവരൊക്കെ ഏതിൽ ഉൾപ്പെടുന്നു? താഗൂത്തിൽ ഉൾപ്പെടുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ വിശ്വാസപരമായി അതൊക്കെ ഏതാണ് അവർക്ക്? എന്നാൽ അസ്ലിൽ അവരൊന്നും താഗൂത്തുകളായിക്കൊള്ളുന്നില്ല. ആണോ? അപ്പോൾ ഏറ്റവും കൂടുതൽ ലോകത്ത് വിളിച്ചു തേടപ്പെടുന്നത് വിശ്വാസി സമൂഹത്തിൽ നിന്ന് ആരെയാണ്? കർത്താവേ, കർത്താവാര? യേശു ക്രിസ്തുവിനെ. യേശു ക്രിസ്തു തൊട്ടിലിൽ നിന്ന് സംസാരിച്ച പ്രഥമ സംസാരം എന്താ? മറിയം ബീവിനോട്, പൊന്നാര മറിയമേ, എന്ത് പണിയാണ് നീ ചെയ്തത്? വല്ലാത്തൊരു ചെയ്യാൻ പാടില്ലാത്ത പണിയല്ലോ നീ ചെയ്തത്. നിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് നീ പ്രസവിച്ചു. കുട്ടീനെയും കൊണ്ടിങ്ങനെ വരുമ്പോഴാണല്ലോ സൂറ മറിയമിലെ പറയുന്നില്ലേ, മാകാന അബൂകി ഇംറഅ സൂഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ, നിന്റെ പിതാവ് മോശക്കാരനായിരുന്നില്ലല്ലോ, നിന്റെ ഉമ്മ പഴച്ചവളായിരുന്നില്ലല്ലോ. മറിയമേ, എന്താ പോയി ചെയ്തത് നീ? അപ്പോൾ പഠിച്ചവൻ പറഞ്ഞിട്ടുണ്ട്, നീ ജനങ്ങളോട് എന്ത് ചെയ്ത് സംസാരിക്കണ്ട, അതിനൊക്കെ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഫഅശാറത് ഇലൈഹി, ഇത് ജനങ്ങൾ പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? മറിയം ബീവി തൻ്റെ കയ്യിലുള്ള ആ ചോര പൈതലിൻ്റെ നേരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സ്വബിയ, ഈ തൊട്ടിൽ കിടക്കുന്ന കുട്ടീനോട് ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക എന്ന് അവർ പറഞ്ഞപ്പോൾ, തൊട്ടിൽ കിടക്കുന്ന ഈസാ നബി പറഞ്ഞെന്താണ്? ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ഈ ചോരക്കുഞ്ഞാണ് സംസാരിക്കുന്നത്. ആദ്യം പറഞ്ഞതാണ് ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഇന്നി ഇബ്നുല്ലാഹ്. അല്ല, ഞാൻ അള്ളാൻ്റെ അടിമയാണ്. അതാനിയൽ കിതാബ വജഅലനി നബിയ, എന്നെ നബിയാക്കിയിട്ടുണ്ട്. ഈ ചോര പൈതല സംസാരിക്കണം. മറുപടിയാണ് കൊടുത്തില്ലേ? പക്ഷെ ഇപ്പോൾ വിളിച്ചു തരുന്ന ആരെയാണ്? ഈസാ അലൈഹി ഇസ്ലാമിനെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈസാ നബി താഗൂത്താണോ? ഈസാ നബി താഗൂത്താണോ? ഈസാ നബി പരലോകത്തെത്തിയാൽ അള്ളാഹിനോട് പറയുന്ന കാര്യം പറയുന്നുണ്ട്. അള്ളാഹ് ഈസാ നബിനോട് ചോദിക്കും, അന്ത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. അല്ല ഈസ, നീ പറഞ്ഞിരുന്നോ നിന്നെയും നിൻ്റെ അമ്മാനെയും എൻ്റെ കൂടാതെ രണ്ട് ഇലാഹുകളാക്കണമെന്ന് പറഞ്ഞിരുന്നോ? എന്നെ ഒഴിവാക്കിയിട്ട്, അള്ളാഹിനെ ഒഴിവാക്കിയിട്ട് ഈസാ നബിൻ്റെയും ഉമ്മാനെയും വിളിച്ച് തേടിച്ചോളി, ആരാധിച്ചോളി നീ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ഈസാ നബി പറയുന്ന മറുപടി ഖുർആൻ അതാ പറയുന്നത്, പഠിച്ചോനെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ ആരാണ്? നീ തന്നെയല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഈസാ നബി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈസാ നബി പറഞ്ഞതാണ്, അള്ളാഹിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബേ നിനക്കതറിയില്ലേ എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിന്നെ മാത്രം ആരാധിക്കണമെന്നും ഞാൻ നിങ്ങളുടെ ദൂതനാണെന്നുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് ഈസാ നബി അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ പരലോകത്തിൽ മെഹ്ദി ഷേഖ് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ മരിച്ചാൽ എന്നോട് തേടിക്കോളെന്ന്?
ഇവിടെ വിളിച്ചു തേടപ്പെടുന്ന ഏതെങ്കിലും മരിച്ചുപോയ മഹാത്മാക്കൾ ബദരീങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെ വിളിച്ചോളുണ്ട്? ബദരീങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഓല അള്ളാഹിനെ മാത്രം വിളിച്ചിട്ട് രക്തസാക്ഷികളായിരുന്നു. ഈ ഒരു സംഗതി നോക്കണം നിങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഈ സാധുക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഈ കമ്മിറ്റിക്കാർ നേർച്ചയൊക്കെ നടക്കുന്ന ഏതെങ്കിലും നേർച്ച കമ്മിറ്റിൻ്റെ പ്രസിഡൻ്റിൻ്റെ അടുത്ത് പോയിട്ട് അടി കൊണ്ട് വരണ്ട, സാവകാശമാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. അന്നല്ലാത്ത ആൾക്കാരെ പേരിൽ അറുത്താൽ അത് സംഗതി പോക്കാണ്. സംഗതി ഇത്ര മാത്രമല്ല, അറുത്തത് ഭക്ഷിക്കാൻ പറ്റുമോ നമുക്ക്? അതല്ലാത്ത നേർച്ചക്കാരുടെ പേരിൽ അറുത്ത മാംസം ഭക്ഷിക്കാൻ പറ്റുമോ? എന്താ നിങ്ങളറിയിപ്പം കിട്ടിയാൽ തിരക്കേടില്ല എന്നാണോ ഉണ്ടാക്കണ്? അത് പാടില്ല, അറുക്കാൻ പാടില്ല. അല്ലാത്തവർക്കുള്ള ഇബാദത്താണ് അവിടെ വരുന്നത്. അതിന് ബിസ്മി കുട്ടിയല്ല അറുക്കണെന്ന് പറഞ്ഞത് അല്ലേ? നിയ്യത്ത് മാറിയില്ലേ? ആരുടെ പേരിലാണ് അറുക്കുന്നത് എന്നുള്ളതാണ്. ഇനി അള്ളാഹിൻ്റെ പേരിൽ തന്നെ അറുക്കണ സമയത്ത് ബിസ്മി ചൊല്ലാൻ മറന്ന ഒരാളെന്ന് വിചാരിക്കുക. അയാളുടെ നിയത്തം തന്നെയാണ് എൻ്റെ ഈ ബലിമൃഗം ഞാൻ അള്ളാഹിൻ്റെ പേരിലാണ്, ബിസ്മി ചൊല്ലാ ആ സമയത്ത് മറന്നു എന്ന് വിചാരിക്കുക. എന്താ ചെയ്യുക? മറന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അതൊക്കെ നല്ല ഓർമ്മ വേണം. ഇൻ കേസ് മറന്നാലും എന്ത് ചെയ്താൽ മതി? പിന്നെ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ മതി. അള്ളാഹിൻ്റെ നാമത്തിൽ തന്നെയാണത് കേട്ടോ. നമ്മുടെ നിയ്യത്താണ് സംഗതി. നമ്മളെ മറപ്പിക്കണത് ആരാണ്? ശൈത്താനാ? ഒമ്മ അൻസാനി ഇല്ല ഷെയ്ത്താൻ എന്നുള്ള ആയത്ത് ഓതിക്കാണ്ട് ഷെയ്ത്താൻ മറപ്പിക്കോ എന്ന് പറയുന്നുണ്ട്. ഷെയ്ത്താൻ നമ്മളെ മറപ്പിക്കോ? ഷെയ്ത്താൻ മറപ്പിക്കാനുള്ള കഴിവ്, നമ്മളെ മറപ്പിക്കാനുള്ള കഴിവ് ആർക്കില്ല? ഷെയ്ത്താനില്ല. നമ്മുടെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കാനുള്ള കഴിവ് ആർക്കുള്ളൂ? ഷെയ്ത്താനുള്ളൂ. അപ്പോൾ മറവിക്ക് കാരണമാകുന്ന വിധത്തിലുള്ള ഓരോ സംഗതികൾ ആരുണ്ടാക്കും? ഷെയ്ത്താന് ഉണ്ടാക്കും. നമ്മളെ മറപ്പിക്കാനുള്ള കഴിവെങ്ങാനും ഷെയ്ത്താന് പഠിച്ചവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മളവിടെ ഇരിക്കും, കുടിയിലിരിക്കും. ഇന്ന് വെള്ളിയാഴ്ച എന്നില്ലാണ് മറന്ന്. നിയാസ് ഇവിടെ ഇങ്ങനെ ഫാനൊക്കെ ഇട്ടിട്ടൊക്കെ ഉഷാറാക്കി ഏശൊക്കെ പുറത്തേക്ക്, നിയാസിന് മറന്നിട്ടില്ല എന്ന് വിചാരിക്കുക. വേറെല്ലാവരൊക്കെ മറന്ന് പള്ളി കാലിയാവില്ലേ? അസീസലായി ഇവിടെ വരുമോ? മൂപ്പരെന്ത് ചെയ്ത് ഇന്ന് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞിട്ട് കുത്തുബക്ക് വരുമോ? ഏതെങ്കിലും പള്ളിയിൽ വരുമോ? ഏറ്റവും കൂടുതൽ പിശാച് ഇഷ്ടപ്പെടുന്ന എന്താണെന്നോ? നമ്മൾ അള്ളാഹിനെ ഓർക്കാതിരിക്കുക എന്നുള്ളതാണ്. നിസ്കാരം മറക്കും, മറ്റൊക്കെ മറക്കും. മറപ്പിക്കുക എന്നുള്ള സംഗതി ആരുടെ കഴിവിൽ കൊടുത്തിട്ടില്ല. പിശാചിൻ്റെ സാധു പിശാചിനെ എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾ അത് അധിക്ഷേപിക്കേണ്ടതില്ല. പിശാചിനെ പറഞ്ഞിട്ടുണ്ട്, മാക്കാനലി അലൈക്കും മിൻ സുൽത്താനിൻ, നിങ്ങളുടെ മേൽ എനിക്ക് യാതൊരു അധികാരമല്ല. ഇല്ല അന്തഅ്തുക്കും, ഞാൻ നിങ്ങൾ എൻ്റെ വർഗത്തിലേക്ക് ഇങ്ങനെ വിളിച്ചു നോക്കും. ഫസ്തജബ്തും ലി, അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകുന്നുണ്ട്. ഫലാ തലൂമൂനി, എന്നെ നിങ്ങൾ ആക്ഷേപിക്കേണ്ട. ആരെ ആക്ഷേപിക്കേണ്ടത്? വലൂമൂ അൻഫുസകും, പിശാച് എന്നെ പറയുന്നുണ്ട്, കൈയൊഴിയുണ്ട്, എന്നെ കുറ്റം പറയണ്ട വെറുതെ. സാധു ഞാൻ ആര്? പിശാച്. വലൂമു അൻഫുസകും, നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. മാ അന ബിമുസ്രിഖിക്കും, ഇവിടെ പഠിച്ചോൻ്റെ കോടതിയിൽ നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. വമാ അൻതും ബിമുസ്രിഖിയ, എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അവൻ കഴിയില്ല. എനിക്കൊക്കെ അറിയാം. ഞാൻ ഏതായാലും നരകത്തേക്ക് പോകാൻ തീരുമാനിച്ച് ഈ പണിയെടുക്കുകയാണ്. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, ഇതിനു മുമ്പ് നിങ്ങൾ എന്നിൽ പങ്കു ചേർത്തതിനെയൊക്കെ, പിശാചിൽ നമ്മൾ പങ്കു ചേർത്തിട്ടില്ലേ, അതിനെയൊക്കെ ഞാനിതാ നിഷേധിക്കുന്നു. ആകെ കൈയൊഴിച്ചു പിശാച്. പരലോകത്ത് നടക്കാനിരിക്കുന്ന കാര്യം മുൻകൂട്ടി പഠിച്ചോ സൂറത്ത് ഇബ്രാഹിമിലൂടെ നമുക്ക് അറിയിച്ചെന്നാണ്. അതിനാണിത്. എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ ദുനിയാവിന് മാത്രം, നമ്മളെ ബിസിനസ്സിന്, നമ്മളെ മറ്റേ സംഗതിക്ക് മാത്രമല്ല ബുദ്ധി ഉപയോഗിക്കേണ്ടത്. എന്തിനും കൂടി വേണം? നമ്മുടെ സ്വർഗത്തിന്, നമ്മുടെ പരലോക വിജയത്തിന്. ആരെയും കാത്തിക്കണ്ട. ഈ ഉലമാക്കളും പണ്ഡിതന്മാരും മൗലിയമാരും മൗലൈമാരും ആരും അവിടെ ഉണ്ടാവില്ല. നമ്മളും നമ്മുടെ ഈമാനിനാൽ പ്രചോദിതമായി നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ മാത്രമേ നമ്മുടെ രക്ഷയ്ക്കുള്ളൂ അവിടെ ഉണ്ടാകുക. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ, വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. നമ്മുടെ സഅയ്,
നമ്മുടെ പരിശ്രമം, നമ്മുടെ അധ്വാനിക്കുമ്പോൾ നല്ലോണം കരുതിക്കോളി, നീയത്തൊക്കെ നല്ലോണം ശരിയാക്കിക്കോളി. റിയാവിന് വേണ്ടിയാണെങ്കിൽ അതിനൊക്കെ ഇങ്ങനെ മൈനസ് ചെയ്യും കേട്ടോ. എന്തെങ്കിലും ഒരു റിയാവ് വരികയാണെങ്കിൽ അപ്പോൾ പഠിച്ചോൻ്റെ വജ്ഹിനെ ഉദ്ദേശിച്ച് അള്ളാഹിൻ്റെ രീല, പരലോകമോക്ഷം, സ്വർഗം കിട്ടണം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ. ജിഹാദ് എന്ന് പറഞ്ഞാൽ വെറും യുദ്ധം മാത്രമല്ല. ഈ കാലഘട്ടത്തിൽ അതിനുള്ള സാഹചര്യം ഇപ്പം നമുക്കില്ല, അല്ലേ? ഇല്ലല്ലോ. ഈ കാലഘട്ടത്തിലുള്ള ജിഹാദ് എന്താ? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടി, പ്രചാരണത്തിന് വേണ്ടി, ഈ സത്യസന്ദേശം ഒരു മനസ്സിൽ നിന്ന് മറ്റൊരു മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ത്യാഗപൂർണമായ, നിഷ്കളങ്കമായ, നിഷ്കപടമായ പരിശ്രമങ്ങളിൽ ചെറുതും വലുതുമായി നമ്മുടെ പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തുക. എല്ലാ റബ്ബേ, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിനി, എൻ്റെ സഹായം ഞാൻ കൊടുത്തിട്ടുണ്ട്, എൻ്റെ സപ്പോർട്ട് അതിനുണ്ടായിട്ടുണ്ട് റബ്ബേ എന്ന് നമുക്ക് പറയാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പരിശുദ്ധ റമളാനിൻ്റെ മുഴുവൻ പുണ്യങ്ങളും ഒന്നും നഷ്ടപ്പെടാതെ അത് വാരിക്കൂട്ടുന്ന, അത് നേടിയെടുക്കുന്ന യഥാർത്ഥ സദ്വൃത്തരിൽ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ ഇബാദത്തുകളും കുറ്റമറ്റതാക്കി തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിൻ്റെ കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്തുരക്ഷിക്കണമേ. നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങളെല്ലാം നീ പ്രവേശിപ്പിക്കണമേ. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ വറിഖാബ ആബായിനാ വ ഉമ്മഹാത്തിനാ വ അസ്വാജിനാ വ ദുർരിയാത്തിനാ വ അഖാരിബിനാ മിനൻ നാർ. اللهم أدخلنا الجنة الفردوس الأعلى يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഇനി റമളാനിൽ